Chapter 4 Principle of Mathematical Induction. Our fourth chapter, Principle of Mathematical Induction. അപ്പോൾ Principle of Mathematical Induction എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. മെത്തേഡ് ടു പ്രൂവ് സം സ്റ്റേറ്റ്മെന്റ്സ്. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യാൻ സ്മോൾ എൻ എന്ന നാച്ചുറൽ നമ്പർ ഉൾപ്പെടുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണിത്. അപ്പോൾ ഇതിനകത്ത് പുതുതായിട്ട് നമുക്കൊന്നും പഠിക്കാനില്ല. നിങ്ങൾ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ച ഫ്രാക്ഷൻ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, കോമൺ എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരേ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിലുള്ളത്. 24 ക്വസ്റ്റ്യൻസോളം ഇതിന് ഒരേ ടൈപ്പ് വരുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രം മതി. വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ്. നല്ലോണം മാർക്ക് സ്കോർ ചെയ്യാനും എളുപ്പമാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ്, ഇതിന്റെ ഇൻഡക്ഷൻ മെത്തേഡ് എന്താണ് എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ നമ്മൾ PMI എന്ന് പറയും. മെത്തേഡ് ടു പ്രൂവ് സം സ്റ്റേറ്റ്മെന്റ് യൂസിങ് PMI എന്ന് ക്വസ്റ്റ്യനിലുണ്ടാവും. അപ്പോൾ ഇതിന് മെയിനായിട്ടും 3 സ്റ്റെപ്പുകളാണുള്ളത്. 3 സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്കൊരു എക്സാമ്പിളിന്റെ സഹായത്തോടു കൂടി തന്നെ നോക്കാം. അപ്പം നിങ്ങൾക്ക് അറിയാം, ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ദാറ്റ് ഇസ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. 1 + 2 + 3 + എക്സെട്ര പ്ലസ് n is equal to. ഇത് നമ്മൾ സ്റ്റേറ്റ്മെന്റ് പഠിച്ചിട്ടുള്ളതാണ്. കാര്യം സം ഓഫ് ദ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. എന്താണ് ആൻസർ വരുന്നത്? n × n + 1/2. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇത് വെച്ച് പ്രോബ്ലംസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിയാണ്, ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണ് എന്നാണ് പ്രൂവ് ചെയ്യുകയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഇത് ശരിയായത് കൊണ്ടാണല്ലോ നമുക്ക് പഠിക്കേണ്ടി വന്നതും അത് വെച്ച് ഉപയോഗിച്ച് പ്രോബ്ലംസ് ചെയ്തതും. പക്ഷേ നമ്മൾ ഈ ചാപ്റ്ററിൽ ഇത് ശരിയാണെന്ന് ഒന്നുകൂടി പ്രൂവ് ചെയ്യുന്നു യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ഓക്കെ, അപ്പം ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇത് n കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇതല്ലേ. നാച്ചുറൽ നമ്പറായ n കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് എഴുതാം n എലമെന്റ് ഓഫ് ക്യാപിറ്റൽ N. n എലമെന്റ് ഓഫ് ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ n ഒരു നാച്ചുറൽ നമ്പർ ആണ്. അപ്പോൾ ഈ n എന്ന് പറയുന്ന നാച്ചുറൽ നമ്പർ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ഇതിനെ നമ്മൾ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കുന്നു. പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്മെന്റ്, ഇതിന് നമ്മൾ P ഓഫ് n എന്ന് പറയുകയും ചെയ്യുന്നു. P ഓഫ് n. ഓക്കെ, അപ്പോൾ ഈ P ഓഫ് n ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. തന്നിട്ട് പറയാണ് PMI വെച്ചിട്ട് ഇത് പ്രൂവ് ചെയ്യുക. അപ്പോൾ PMIക്ക് 3 സ്റ്റെപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് സ്റ്റെപ്പാണ് to prove that P of 1 is true. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ P of 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആക്കി എടുത്തുകൊണ്ട് ഇത് വെച്ചിട്ട് തന്നെ ചെയ്യാം, എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. P of 1 is true ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിന് എന്ത് കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്? P of n ആണ് എഴുതി വെച്ചിരിക്കുന്നത്. P of 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്നിന് എന്ത് കൊടുക്കണം? 1 കൊടുക്കണം. അപ്പം നമ്മളിത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് 1ന് ശരിയാണോ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം 1ന് ശരിയാണോ എന്ന് പ്രൂവ് ചെയ്യാൻ എന്താ പ്രൂവ് ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ വന്നാൽ പ്രൂവ് ദാറ്റ് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ സാധാരണ ചെയ്യുന്നത്? LHS is equal to RHS വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ LHS നോക്കാം. LHS is equal to ലെഫ്റ്റ് സൈഡ്, ആ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്നിന് 1 കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? 1 കഴിഞ്ഞിട്ടുള്ള നമ്പർ ഇല്ല അല്ലെ. സം ഓഫ് ഫസ്റ്റ് 1 നാച്ചുറൽ നമ്പർ, ദാറ്റ് ഇസ് 1. LHS എന്ന് പറഞ്ഞാൽ 1 ഉള്ളൂ. റൈറ്റ് സൈഡിലോ RHS is equal to, ഇവിടെ എന്നിന് എന്താ കൊടുക്കേണ്ടത്? 1 കൊടുക്കുക. 1 × 1 + 1/2. എൻ്റെ വാല്യൂ 1 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 × 2/2 which is equal to 1. അപ്പം LHS 1, RHS 1. LHS is equal to RHS. അപ്പം നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. ടു പ്രൂവ് P of 1 ട്രൂ ആണ്. അപ്പോൾ ഈ കേസിൽ P of 1 ട്രൂ ആണ്. ഇനി പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് assume that P of k is true for some natural number k less than n. രണ്ടാമത്തെ സ്റ്റെപ്പാണത്. അതായത് P of 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം P of kയും ട്രൂ ആണ് ഫോർ സം നാച്ചുറൽ നമ്പർ k ലെസ് ദാൻ n. അതായത് ഇവിടെ എവിടെയോ ഉള്ള ഒരു k. ഓക്കെ, ഈ 1നും n-നും ഇടയിലുള്ള ഏതോ ഒരു നമ്പറായ kക്കും ആ k വരെ ഇത് ട്രൂ ആണ്. അപ്പം നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റ്
അതായത് ഈ പി ഓഫ് 1 ട്രൂ ആയി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് എഴുതാം അസ്യൂം ദാറ്റ് പി ഓഫ് കെ, ഈ ഒരു സ്റ്റെപ്പ് പി ഓഫ് കെ ഈസ് ട്രൂ ഫോർ സം നാച്ചുറൽ നമ്പർ കെ ലെസ് ദാൻ എൻ എന്ന് പറഞ്ഞിട്ട് ആ പി ഓഫ് കെ അങ്ങ് എഴുതി വെക്കുക. പി ഓഫ് എൻ ആണ് ഇവിടെ കിടക്കുന്നത്. അപ്പൊ പി ഓഫ് കെ എന്തായിരിക്കും? പി ഓഫ് കെ എന്നിന് പകരം കെ കൊടുക്കുക. 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് കെ is equal to k into k plus 1 by 2. അപ്പോൾ ഇതിന് മുൻപ് ആ സ്റ്റേറ്റ്മെന്റ് എഴുതണമേ. ഈ സ്റ്റേറ്റ്മെന്റ് എഴുതണം. assume that p of k is true for some natural number k less than n, that is 1 plus 2 plus 3 plus etc plus k is equal to k into k plus 1 by 2. എന്നിട്ട് നമ്മളെ തൊട്ടും അടുത്ത നമ്പർ k plus 1 ഒരാണല്ലോ ഈ അടുത്ത നമ്പർ എന്ന് പറയുന്നത്. ആ ഒരു k plus 1ന് ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് പറയാം to prove that p of k plus 1 is true. അപ്പോൾ p of k plus 1 എന്താ? p of k plus 1 എന്താണെന്ന് നമുക്ക് മനസ്സിലായി. കാര്യം ഈ kക്ക് എന്ത് എന്നിന് എന്ത് കൊടുത്താൽ മതി? k plus 1 കൊടുത്താൽ മതി. അപ്പോൾ k plus 1 കൊടുക്കുമ്പോൾ ഇത് കിട്ടുന്നോ എന്ന് പ്രൂവ് ചെയ്യുക. അവിടെയും നമുക്ക് LHS നോക്കാം. LHS പ്രൂവ് ചെയ്യാനുള്ളതല്ലേ. LHS is equal to LHS ആ ലെഫ്റ്റ് സൈഡിൽ എന്നിന് എന്ത് കൊടുക്കുക? k plus 1 കൊടുക്കുക. അത് p of k plus 1 ആണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. 1 plus 2 plus etc plus k plus 1 അല്ലേ is equal to. ഇനി ആ k ഇതിന് തൊട്ട് k plus 1ന് തൊട്ട് മുന്നേ ഉള്ള വാല്യൂ ആരാ? k ആണ് അല്ലേ. k ഇവിടം വരെയുള്ള റിസൾട്ട് നമുക്കറിയാം. ഇത് റെഡിയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ശരിയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇത് ഇങ്ങനെ എഴുതാം. ഈ ഒരു പി ഓഫ് കെ പ്ലസ് 1 എഴുതി കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്റ്റെപ്പിൽ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് ഇതിന് തൊട്ട് മുന്നേ ഉള്ള കെയും കൂടി ചേർത്ത് എഴുതുക. കെ പ്ലസ് 1. ഇനി ബ്രാക്കറ്റ് കൊടുത്തില്ലൊന്നുമില്ല. ആ കെ പ്ലസ് 1 മാത്രം ഇവിടെ കിടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ബ്രാക്കറ്റ് കൊടുത്തത്. ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, പ്ലസ് ആണല്ലോ. ഇസ് ഈക്വൽ ടു ഇനി കെ വരെയുള്ള റിസൾട്ട് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നു. പി ഓഫ് കെ ട്രൂ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ട്രൂ ആകുമ്പോൾ നമുക്ക് ഈ റിസൾട്ട്, ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്ന റിസൾട്ട് എഴുതാമല്ലോ. ഇവിടം വരെ ഉള്ള സ്റ്റേറ്റ്മെന്റിന് പകരം കെ ഇൻറ്റു കെ പ്ലസ് 1 ബൈ 2 എന്ന് എഴുതാം. കെ ഇൻറ്റു കെ പ്ലസ് 1 ബൈ 2. ഇനി ലാസ്റ്റ് ഒരു കെ പ്ലസ് 1 കൂടിയുണ്ട്. ഓക്കെ, ഇനി ഇതിനകത്ത് ഒരു കാൽക്കുലേഷനും കൂടിയുണ്ട്. ഇതൊരു ചെറിയ ബ്രാക്കറ്റൊക്കെ കൊടുത്തിട്ടേറെ. കാൽക്കുലേഷനും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ടായി. അപ്പം ആ കാൽക്കുലേഷൻ കഴിഞ്ഞ് ചെയ്യുന്ന ഒരു ജോലിയും കൂടെ ഉള്ളൂ. ഇനി ആ കാൽക്കുലേഷൻ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് നോക്കണം കോമൺ ആയിട്ട് എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ. ഇപ്പം 2 ഫ്രാക്ഷനാണ് കിട്ടിയത്. ഒരു ഫ്രാക്ഷൻ, ഒരു സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ കെ പ്ലസ് 1. അപ്പോൾ കെ ഇൻറ്റു കെ പ്ലസ് 1 ബൈ 2 പ്ലസ് കെ പ്ലസ് 1. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുമോ നോക്കുക. ബാക്കി ഫ്രാക്ഷൻ ആഡ് ചെയ്യുന്നത് പോലെ ആഡ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ആദ്യം കോമൺ എടുക്കാമല്ലോ. കോമൺ എടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കത് കാൽക്കുലേഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കെ പ്ലസ് 1 കോമൺ ഉണ്ട്. കെ പ്ലസ് 1 കോമൺ ആയിട്ട് എടുക്കുക. അതുപോലെ അടുത്തപ്പം ആദ്യത്തെ സ്റ്റെപ്പിൽ ആദ്യത്തെ ടേമിൽ എന്താ വന്ന കെ പ്ലസ് 1 അങ്ങ് മാറ്റുമ്പോൾ കെ ബൈ 2 പ്ലസ് ഈ ഒരു ടേമിൽ ടേമിൽ നമ്മൾ മൊത്തം കെ പ്ലസ് 1 ഇങ്ങനെ പുറത്തെടുത്തു പ്ലസ് 1. ഓക്കെ, കെ പ്ലസ് 1. ഇനി ബ്രാക്കറ്റിൽ കിടക്കുന്നതിനെ ഒന്ന് ഫ്രാക്ഷൻ ആഡ് ചെയ്യുന്ന പോലെ ആഡ് ചെയ്യുക. ദാറ്റ് ഇസ് 1 ഉണ്ട്. ഡിനോമിനേറ്ററിൽ 2 വരും. ക്രോസ് മൾട്ടിപ്ലൈ കെ പ്ലസ് 2. അപ്പം ഇതാണ് കിട്ടി നിൽക്കുന്നത്. ഇതവിടെ നിൽക്കട്ടെ. നമുക്കിനി RHS ശരിയാണോ നോക്കണ്ടേ. RHS is equal to നമ്മുടെ സ്റ്റേറ്റ്മെന്റ് n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 ആയിരുന്നു RHSൽ. ആ എന്നിന് പകരം എന്ത് കൊടുക്കുക? എന്താണ് പ്രൂവ് ചെയ്യുന്നത് നോക്കുന്നത്? കെ പ്ലസ് 1 ആണ് പ്രൂവ് ആണോ നോക്കുന്നത്. എന്നിന് പകരം കെ പ്ലസ് 1 കൊടുക്കുക. കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 1 പ്ലസ് 1 അല്ലേ. കെ പ്ലസ് 1 പ്ലസ് 1 എന്നിന് മാത്രമല്ലേ കെ പ്ലസ് 1 കൊടുത്തത്. കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 1 പ്ലസ് 1 ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു k plus 1 into k plus 2 by 2. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമുക്ക് എന്ത് കിട്ടി? ഒരേപോലെ കിട്ടി. LHS is equal to RHS. അപ്പോൾ നമുക്ക് എന്ത് പ്രൂവ് ചെയ്തു? P of k plus 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രൊസീജിയർ 3 കഴിഞ്ഞു. അത് എന്നിട്ട് നമുക്ക് ലാസ്റ്റ് എഴുതാം. ബൈ ദ മെത്തേഡ് ഓഫ് PMI it is true that by the method of PMI P of n is true for every natural number n.
അതായത് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷന്റെ മെത്തേഡ് പ്രകാരം പി ഓഫ് എൻ ശരിയാണ് എല്ലാ നാച്ചുറൽ നമ്പറിനും എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇതാകെ 3 സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ. ഒന്നുകൂടി ഒന്ന് പറയാം. ആദ്യത്തെ സ്റ്റെപ്പ് ടു പ്രൂവ് ദാറ്റ് P1 ഈസ് ട്രൂ. പി ഓഫ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുക. അതായത് എന്നിന് പകരം 1 കൊടുത്തിട്ട് LHSഉം RHSഉം കണ്ടുപിടിച്ച് അത് രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അങ്ങനെ ഈക്വൽ ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് എഴുതാം P ഓഫ് K ട്രൂ ആണ്. P ഓഫ് K ഈസ് ട്രൂ ഫോർ സം നാച്ചുറൽ നമ്പർ K ലെസ് ദാൻ n. എന്നിട്ട് ആ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് തന്നിരിക്കുന്ന P ഓഫ് n എന്ന സ്റ്റേറ്റ്മെന്റിൽ എന്നിന് പകരം K കൊടുക്കുക. ആ സ്റ്റേറ്റ്മെന്റ് അതുപോലെ എഴുതി വെക്കുക. അത് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. അതുപോലെ എഴുതി വെക്കുക. അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടു പ്രൂവ് ദാറ്റ് P ഓഫ് K പ്ലസ് 1 ഈസ് ട്രൂ. P ഓഫ് K പ്ലസ് 1 ട്രൂ ആണെന്ന് തെളിയിക്കുക. അതായത് എന്നിന് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് P ഓഫ് n. ആ എന്നിന് പകരം K പ്ലസ് 1 കൊടുത്തിട്ട് LHSഉം RHSഉം പ്രത്യേകം കണ്ടുപിടിച്ച് അത് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ എക്സാമ്പിൾ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റെപ്പ് നല്ലതുപോലെ മനസ്സിലാക്കിയതിന് ശേഷം ബാക്കി പ്രോബ്ലം ചെയ്യാം. അപ്പൊ P ഓഫ് K പ്ലസ് 1 ട്രൂ ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ലാസ്റ്റ് എഴുതേണ്ട സെന്റൻസ് എന്ന് പറയുന്നത് ബൈ PMI, ബൈ ദ മെത്തേഡ് ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, P of n is true for every natural number n. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് പ്രത്യേകിച്ച് നോട്ടായിട്ട് പ്രിപ്പയർ ചെയ്യാനൊന്നുമില്ല. പ്രോബ്ലം ആയിട്ട് ചെയ്തങ്ങ് തുടങ്ങിയാൽ മതി. ഫസ്റ്റ് പ്രോബ്ലം അത് ഇതുപോലെ എഴുതുക. അതേ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷന്റെ മെത്തേഡ് 3 എഴുതിയതിന് ശേഷം ഈ ഒരു പ്രോബ്ലം അങ്ങ് ചെയ്തു വെക്കുക. രണ്ടാമത്തെ പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1 + 3 + 3 square plus etc plus 3 raised to n minus 1 is equal to 3 raised to n minus 1 by 2. ഇതൊരു ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രകാരം ഇത് ശരിയാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. P ഓഫ് n ആണിത്. P ഓഫ് n എന്ന് പറഞ്ഞാൽ n ഉൾപ്പെടുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത്. അപ്പൊ നമുക്ക് നേരത്തെ ശരിയാണെന്ന് നേരത്തെ കണ്ട പ്രോബ്ലം നമുക്ക് ശരിയാണെന്ന് അറിയാമായിരുന്നു. ഇതും ശരിയാണ്, ഇത് ഓക്കെയാണ്. നമുക്കത് PMI വെച്ചിട്ട് പ്രൂവ് ചെയ്യുകയും കൂടെ വേണം. അപ്പൊ PMIയുടെ ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്ത് നോക്കണം. ആദ്യത്തെ സ്റ്റെപ്പ് എന്താ പറഞ്ഞത്? P ഓഫ് 1 പ്രൂവ് ചെയ്യണം അല്ലെ? P ഓഫ് 1 ശരിയാണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ P ഓഫ് 1 എന്ന് എഴുതി നോക്കാം. P ഓഫ് 1ലെ LHS എന്ന് എഴുതി നോക്കാം. LHS is equal to, LHS എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡ് എന്നിന് പകരം എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? 3 raised to, സൈഡിലൊന്ന് എഴുതി നോക്കാം. 3 raised to 1 minus 1 വരും. 3 raised to 0 വരും. 3 raised to 0 is 1. അപ്പോൾ ഈ ഫസ്റ്റ് ടേം മാത്രമേ വരുള്ളൂ അല്ലെ? ഫസ്റ്റ് ടേം LHS is equal to 1. RHSോ? അപ്പൊ നമുക്ക് ഈ ഫസ്റ്റ് ടേം എന്ന് കിട്ടുന്നില്ല എങ്കിൽ എവിടെയാണോ ലാസ്റ്റ് ടേം എന്താണോ അവിടെ എന്നിന് പകരം 1 കൊടുത്താൽ മതി, നമുക്ക് കിട്ടും. അപ്പൊ ഇതിപ്പോ ചെയ്തതുപോലെ 3 raised to 1 minus 1 is equal to 3 raised to 0 is equal to 1. എന്ത് raised to 0യും 1 ആണ് അല്ലെ? അപ്പൊ RHS റൈറ്റ് സൈഡ് നോക്കാം. 3 raised to 1 minus 1 by 2. 3 raised to 1 എന്ന് പറഞ്ഞാൽ എന്താ? 3 തന്നെയാണ്. 3 minus 1 by 2 which is equal to 2 by 2 is equal to 1. അപ്പൊ LHSഉം RHSഉം ഈക്വൽ ആയി. LHS is equal to RHS. P of 1 which implies P of 1 is true. അപ്പൊ P of 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തിലേക്കാണ് പോകേണ്ടത്? നെക്സ്റ്റ് ഉടനെ എഴുതാം നമുക്ക്. അസ്യൂം ദാറ്റ് P of K is true for some natural number K less than n. എന്നിന് താഴെയുള്ള ഒരു നാച്ചുറൽ നമ്പറിന് ഈ P of K ശരിയാണ്. ഞാൻ P of K എങ്ങനെ എഴുതി വെക്കണം? അടുത്ത സ്റ്റെപ്പ് അതാണ്. P of K എങ്ങനെ എഴുതും? 1 പ്ലസ് എവിടെയൊക്കെ n ഉണ്ടോ അവിടെയൊക്കെ K എഴുതി വെക്കുക. 1 plus 3 plus 3 square plus etc plus 3 raised to K minus 1 is equal to 3 raised to K minus 1 by 2. അല്ലെ? ആ സ്റ്റേറ്റ്മെന്റിൽ അതുപോലെ നമുക്ക് എഴുതാം. എന്നിന് പകരം എന്ത് കൊടുക്കുക? K കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ്, മൂന്നാമത്തെ സ്റ്റെപ്പ് P of K plus 1 ശരിയാണ് എന്ന് പ്രൂവ് ചെയ്യാണ്. P of K plus 1 അതിന്റെ LHS ആദ്യം എഴുതുക. അത് ശരിയാണെന്ന് പ്രൂവ് ചെയ്യല്ലേ? LHS is equal to 1 plus 3 plus, എങ്ങനെയാണ് LHS എഴുതുന്നത്? ആ സ്റ്റേറ്റ്മെന്റ് P of n എന്ന സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം. നമ്മുടെ ക്വസ്റ്റ്യൻ P of n-നകത്ത് P of K plus 1ന്റെ LHS എഴുതാൻ പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡില് n-നു പകരം K plus 1 കൊടുക്കുക. ഓക്കെ, 1 plus 3 plus 3 square plus etc plus ലാസ്റ്റ് ടേം ഇങ്ങനെയാണ്. 3 raised to n minus 1 ആണ്. അപ്പൊ 3 raised to n-നു പകരം മാത്രമാണ് K plus 1 കൊടുക്കുക. അത് ശ്രദ്ധിച്ചോളാം. n-നു പകരമാണ് K plus 1 കൊടുക്കുന്നത്. അപ്പം K plus 1 നമ്മൾ n-നു പകരം ഇട്ട് കൊടുത്തു. പിന്നെ ഒരു -1 അവിടെ ഉണ്ട്. -1
ഓക്കെ, അപ്പോൾ ഈ +1 -1 കൂടി അങ്ങ് പോയിട്ട് 3k വരും. അപ്പോൾ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 3k. അപ്പോൾ അതാണ് LHS. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഇതൊരു കാൽക്കുലേറ്റ് ചെയ്ത് LHS = RHS എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ LHS നമുക്ക് ഇങ്ങനെ കിട്ടി. ഇതിനകത്ത് തൊട്ട് മുന്നത്തെ സ്റ്റെപ്പ്, അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നത്തെ ടേമും കൂടി ചേർത്ത് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ടേമും കൂടി ഒന്ന് ചേർത്ത് എഴുതണം. ഇവിടുത്തെ ടേം എന്തായിരിക്കും? 3k - 1 അല്ലേ? ആ പവറിൽ നിന്ന് 1 കുറയ്ക്കുന്നതായിരിക്കും. 2ൽ നിന്ന് 1 കുറയ്ക്കുന്ന 1 അതാണ് ഇവിടുത്തെ പവർ. അതുകൊണ്ട് കെയിൽ നിന്ന് ഒരെണ്ണം കുറയ്ക്കുന്ന 3k - 1 ആയിരിക്കും ഇവിടുത്തെ ആ ഒരു ടേം എന്ന് പറയുന്നത്. which is equal to 1 plus 3 plus 3 square plus ഈ ഡോട്ട് ഇട്ടിരിക്കുന്ന സ്ഥലത്ത് ഇഷ്ടംപോലെ എലമെന്റ്സ് ഉണ്ട്. അതിനകത്ത് ഒരെണ്ണം നമ്മൾ എടുത്തെഴുതുന്നേ ഉള്ളൂ. 3k - 1 ഈ 3 plus 3k തൊട്ട് മുന്നത്തെ ടേമും കൂടി ചേർത്ത് നമ്മളൊന്ന് എഴുതി. അപ്പോൾ അത് എഴുതിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടം വരെയുള്ള റിസൾട്ട് നമുക്കറിയാം 3k - 1/2 ആണ് അല്ലേ? 1 പ്ലസ് p of k ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു സ്റ്റേറ്റ്മെന്റിലെ LHS ആണിത്. അതിന് പകരമുള്ള RHS നമുക്കത് എഴുതി കൊടുക്കാം. ആ റിസൾട്ട് ശരിയാണെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 1 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് 3k - 1 വരെയുള്ള റിസൾട്ടിന് പകരം നമുക്ക് ഇത് എഴുതാം 3k - 1/2. ലാസ്റ്റ് ടേം എന്താണ്? 3k കൂടെ എഴുതാം. ഓക്കെ, അപ്പോൾ ഇനി ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടി ഇതൊരു ഫ്രാക്ഷൻ ആണല്ലോ, കോമൺ എടുക്കാനൊന്നുമില്ല. ഇത് ഒരു മൊത്തം 3k - 1 ആണ്, ഇത് 3k ആണ്. അപ്പോൾ ഇവിടെ ഒരു 1 ഉണ്ട്. ഒന്ന് ഫ്രാക്ഷൻ വെച്ച് ഇൻറ്റു ചെയ്യാം. അതായത് ഡിനോമിനേറ്റർ 1 × 2 that is 2. ഇനി ക്രോസ് മൾട്ടിപ്ലൈ 1 × 3k - 1 is 3k - 1 plus 3k × 2 2 × 3k which is equal to. ഇനി ഇവിടെ നോക്കിക്കേ, 3k ഇവിടെ ഒരെണ്ണം ഉണ്ട്. ഇവിടെയോ 3k രണ്ടെണ്ണം ഉണ്ട്. 2 × 3k. അപ്പോൾ ഇവിടെ 2 3k, ഇവിടെ ഒരു 3k. അപ്പോൾ രണ്ടോട് ചേർത്തിട്ട് 3 3k ഇവിടെ ഉണ്ട്. ഓക്കെ, 3 × 3k. ഈ ഒരു -1 ഉണ്ടല്ലോ, -1/2. അപ്പോൾ ഇതുപോലെ പവർ നമ്മൾ പവറുള്ള സെയിം കാര്യങ്ങൾ ഇൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ പവറുകൾ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഒരു 1 എന്നൊരു പവർ ഉണ്ട് അല്ലേ? അപ്പോൾ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് 3k + 1 അല്ലെങ്കിൽ 1 + k -1/2. ഇതാണ് നമുക്ക് ഇവിടുത്തെ LHS ആയിട്ട് കിട്ടിയത്. ഇനി RHS P of k + 1ന്റെ RHS എന്ന് നോക്കാം. P of k + 1ന്റെ RHS. ആ P of n-ന്റെ RHS എന്തായിരുന്നു? ക്വസ്റ്റ്യനിലേക്ക് പോകാം ഒന്നുകൂടി. P of n-ന്റെ RHS എന്ന് പറയുന്നത് 3n - 1/2. 3n - 1/2 ആണ്. അതിനകത്ത് P of k + 1 വരുമ്പം ഇവിടെ ഈ n-ന് പകരം k + 1 കൊടുക്കാം. 3k + 1 -1/2. ഇതായിരുന്നു RHS വരേണ്ടിയിരുന്നത് അല്ലേ? അപ്പോൾ LHS ചെയ്ത് വന്നപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? അത് തന്നെയാണ് കിട്ടിയത്, 3k + 1 -1/2. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എഴുതാം P of k + 1 is true since LHS is equal to RHS. LHSഉം RHSഉം ഈക്വൽ ആണെന്ന് നമ്മൾ തെളിയിച്ചു. അപ്പോൾ ഇത് ലാസ്റ്റ് സെന്റൻസ്, എല്ലാ ക്വസ്റ്റ്യന്റെയും അവസാന സെന്റൻസ് എന്താണ്? P of n is so by the principle of mathematical induction P of n is true for every natural number. അപ്പോൾ ഈ 3 പ്രൊസീജിയറും ആ പ്രൊസീജിയറിൽ 3 സ്റ്റെപ്പും കഴിഞ്ഞാൽ, അതായത് P of 1 ട്രൂ ആണെന്ന് കാണിക്കണം, assume that P of k is true എന്ന് എഴുതണം, ആ സ്റ്റേറ്റ്മെന്റ് എഴുതി വെക്കണം. അതുപോലെ P of k + 1ന്റെ LHSഉം RHSഉം പ്രത്യേകം എഴുതി അത് രണ്ടും ഈക്വൽ ആണെന്ന് കാണിക്കണം. ഈ 3 കാര്യങ്ങളും കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യനിലും നമ്മൾ ലാസ്റ്റ് ഇങ്ങനെ എഴുതും by the method of PMI Pn is true for every natural number n. നെക്സ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. അപ്പോൾ അതിന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യം P of 1. P of 1-നകത്ത് LHSന്റെ ലെഫ്റ്റ് സൈഡിലെ P of 1, അതായത് n-ന് 1 കൊടുക്കുക. അതിന് 1³ വരും അല്ലേ? 1³ is equal to 1 is the answer. RHSലോ, RHSൽ n-ന് പകരം 1 കൊടുത്താൽ 1 × 1 + 1/2 the whole square is equal to 1 × 2/2 the whole square which is equal to 1 square equal to 1. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആണ്. So we can say that LHS is equal to RHS. P of 1 is true. P of 1 is true. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ പറയുന്നത്? assume that P of k is true. എന്നിട്ട് k ഉള്ള സ്റ്റേറ്റ്മെന്റും എഴുതി വെക്കാം.
അപ്പോൾ k ഉള്ള സ്റ്റേറ്റ്മെന്റ് ഇതാണ് 1 cube plus 2 cube plus etc plus k cube is equal to k into k plus 1 by 2 the whole square. എവിടെയൊക്കെ n ഉണ്ടോ അവിടെയൊക്കെ k കൊടുക്കാം. അടുത്ത നമുക്ക് p of k plus 1ന്റെ LHS ആണ് എഴുതാനുള്ളത് അല്ലേ. p of k plus 1ന്റെ LHS. Left hand side. Left hand side is equal to 1 cube plus 2 cube plus 3 cube plus etc plus k plus 1 the whole cube. അടുത്ത സ്റ്റെപ്പായിട്ട് എന്താ എഴുതേണ്ടത്? ഇതിന് തൊട്ട് മുന്നത്തെ ടേം അതായത് k cube അതോടെ ചേർത്ത് എഴുതുക. 1 cube plus 2 cube plus 3 cube plus etc plus k cube plus k plus 1 the whole cube. ഓക്കെ, അപ്പോൾ ഇവിടം വരെയുള്ള റിസൾട്ട് നമ്മുടെ കയ്യിലുണ്ട്. അതേതാണത്? k into k plus 1 by 2 the whole square plus ഇനി ലാസ്റ്റ് k plus 1 the whole cube, k plus 1 the whole cube. ഇതിനകത്തുനിന്ന് നമുക്ക് കോമൺ എടുക്കാൻ പറ്റുന്ന ഏതാണ്? കോമൺ എടുക്കാൻ പറ്റുന്നത് ഈ സ്ക്വയർ എന്ന് പറയുന്നത് രണ്ടുപേർക്കുള്ളതാണ് അല്ലേ. അതൊന്നൊരു ചേർത്ത് എഴുതാം. k സ്ക്വയർ ഇൻറ്റു k പ്ലസ് 1 സ്ക്വയർ ദ ഹോൾ ഡിവൈഡഡ് ബൈ 4 അല്ലെ. 2ന്റെ സ്ക്വയർ 4 ആവും പ്ലസ് k പ്ലസ് 1 ദ ഹോൾ ക്യൂബ്. ഇതിനകത്തുനിന്ന് കോമൺ എടുക്കാൻ പറ്റുന്നത് എന്തുണ്ട്? കോമൺ എടുക്കാൻ പറ്റുന്നത് k പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഉണ്ട് അല്ലെ. രണ്ട് ടേമിലും കിടപ്പുണ്ട്. അപ്പോൾ k പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഇവിടെ കോമൺ എടുക്കുമ്പോൾ ഈ ഫസ്റ്റ് ടേമിൽ മിച്ചമാകുന്നത് k സ്ക്വയർ ബൈ 4 ആണ് പ്ലസ് ഇതിനകത്ത് നിന്ന് എടുക്കുമ്പോൾ k പ്ലസ് 1ഉം. ഓക്കെ, ഇനി ഇതിനെ ഇവിടെ ഡിവൈഡ് ബൈ 1 ഉണ്ടല്ലോ, ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഫ്രാക്ഷൻ ആഡ് ചെയ്യുന്ന കണക്ക് ആഡ് ചെയ്യാം. k പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ k സ്ക്വയർ പ്ലസ് 4 into k that is 4 into k plus 1 the whole divided by 4. അപ്പോൾ ഇതൊന്നും കൂടി നോക്കാം. k plus 1 the whole square k square plus 4k plus 4 divided by 4. k plus 1 the whole square into ഈ ഒരു ടേം k square plus 4k plus 4 എന്ന് പറയുന്നത് k plus 2 the whole square ആണ്. k plus 2 the whole square a plus b the whole square എന്ന് വെച്ചാൽ a square plus 2ab plus b square. അപ്പോൾ k square plus 2ab എന്നുള്ളത് 2 into 2 into k that is 4k plus b square is 2 square that is also equal to 4. അപ്പോൾ ഈ k plus 2 the whole squareന്റെ എക്സ്പാൻഡഡ് ഫോം ആണ് ഈ കിടക്കുന്നത്. അതിന് പകരം നമ്മൾ k plus 2 the whole square എന്ന് എഴുതി by 4നെ 2 square എന്ന് എഴുതാം. അപ്പോൾ ഈ സ്ക്വയറുകളെല്ലാം കൂടി ഒരുമിച്ചാക്കാം. ഒരുമിച്ച് ഒറ്റ സ്ക്വയർ ബ്രാക്കറ്റിനകത്തിടാം. k plus 1 into k plus 2 into 2 the whole square ഒറ്റ ബ്രാക്കറ്റിനകത്ത് കൊടുത്തു. അതാണ് നമുക്ക് LHS കിട്ടി നിൽക്കുന്നത്. ഇനി RHS എന്ന് നോക്കാം. RHS right hand side of the statement p of k plus 1. k plus 1ന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് വെക്കുമ്പോൾ n-നെ എവിടെയൊക്കെ n ഉണ്ടോ അവിടെയൊക്കെ k plus 1 കൊടുക്കാം. നമുക്ക് ഇതായിരുന്നു n into n plus 1 by 2 the whole square ആയിരുന്നു നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് pn-ൻ്റെത്. അതിനകത്ത് ഈ n-ന് പകരം എന്ത് കൊടുക്കണം? k plus 1 കൊടുക്കണം. that is k plus 1 into k plus 1 plus 1 അല്ല. ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി n plus 1നകത്ത് n-ന് പകരം മാത്രമാണ് നമ്മൾ k plus 1 കൊടുത്തത്. പിന്നെ ഒരു പ്ലസ് 1ഉം കൂടി k plus 1 plus 1 divided by 2 the whole square is equal to k plus 1 into k plus 2 divided by 2 the whole square. ഇത് തന്നെയല്ലേ നമുക്ക് LHS കിട്ടിയത്? ഇത് തന്നെയാണ് കിട്ടിയത്. So LHS is equal to RHS. LHS left hand side equal to right hand side. So p of k plus 1 is true. Last statement, last എല്ലാ ക്വസ്റ്റ്യനിലുള്ള കണക്ക്. Hence by principle of mathematical induction, p of n is true for every natural number. അടുത്തതായിട്ട് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് പ്രൂവ് ചെയ്യേണ്ടത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് എപ്പോഴും ചെയ്യുന്ന കണക്ക് p of 1 തുടങ്ങാം. p of 1 ആകുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് is equal to n-ന്റെ 1 കൊടുക്കുക അല്ലെ. n-ന് 1 കൊടുക്കുമ്പോൾ 1 by എല്ലാത്തിലും ഉണ്ട്. 1 by 1 plus 2 വരത്തില്ല, കാര്യം ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ n ആണ്. അപ്പോൾ 1 by 1 which is equal to 1. റൈറ്റ് ഹാൻഡ് സൈഡോ? റൈറ്റ് ഹാൻഡ് സൈഡ് is equal to 2 into 1 by 1 plus 1 that is 2 into 1 by 2 which is equal to 1. Where LHS is equal to RHS. So RHS p of 1 is true.
P of 1 ട്രൂ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ എഴുതേണ്ട സ്റ്റെപ്പ് അസ്യൂം ദാറ്റ് P of k is true for some natural number. അവിടെ സം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സം നാച്ചുറൽ നമ്പർ k less than n. അപ്പോൾ നമ്മൾ P of k എഴുതി വെച്ചു, ആ സ്റ്റേറ്റ്മെന്റ് അതുപോലെ എഴുതി വെച്ചു. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ P of k plus 1ന്റെ കാര്യമാണ്. P of k plus 1. k plus 1ന്റെ എന്ത് LHS മാത്രം എടുക്കണം. LHS ലെഫ്റ്റ് സൈഡ് മാത്രം എങ്ങനെ വരും? 1 plus 1 by 1 plus 2 plus 1 by 1 plus 2 plus 3 plus etc. plus 1 by n-ന്റെ ടേം ആ ക്വസ്റ്റ്യനിലുള്ള n-ന് പകരം എന്ത് കൊടുക്കുക? k plus 1 കൊടുക്കുക. 1 by 1 plus 2 plus 3 plus etc. plus k plus 1. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിന് തൊട്ട് മുന്നത്തെ ടേം എഴുതുക. മുന്നത്തെ ടേം നമ്മൾ ആ ഡോട്ട് ഇട്ടിരിക്കുന്നിടക്ക് ഒരു ടേം കൂടി ചേർത്ത് എഴുതണം. അതിന് തൊട്ട് മുന്നത്തെ ടേം വാട്ട് ഈസ് 1 by 1 plus 1 by 1 plus 2 plus 1 by 1 plus 2 plus 3 plus etc. plus ഈ ഒരു ടേമിന് തൊട്ട് മുന്നേ എന്ത് ടേമാ വരുന്നത്? 1 by 1 plus 2 plus ഇവിടെ ദാണ്ട് 3 വന്നു, തൊട്ട് മുന്നത്തെ ടേം 2 ആണ്. അപ്പോൾ ഇവിടെ ലാസ്റ്റ് ടേം k plus 1 ആണെങ്കിൽ ഇവിടുത്തെ ലാസ്റ്റ് ടേം k ആയിരിക്കും. 1 plus 2 plus 3 plus etc. plus k plus 1 by ഈ ലാസ്റ്റ് ടേം 1 by 1 plus 2 plus etc. plus k plus 1. അപ്പോൾ ഇവിടം വരെയുള്ള റിസൾട്ട് നമ്മുടെ കയ്യിലുണ്ടല്ലേ? വി ഹാവ് ഓൾറെഡി ദ റിസൾട്ട് അറ്റ് 1 plus 1 by 1 plus 2, അതായത് P of kയുടെ റിസൾട്ട് നമ്മുടെ കയ്യിലുണ്ട്. P of k ട്രൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് പകരം, ഇത്രയും പ്ലസിന് പകരം എന്തെഴുതാം? 2k by k plus 1 എന്ന് എഴുതാം. അപ്പോൾ അതൊന്ന് എഴുതി നോക്കാം. which is equal to 2k by k plus 1 plus ലാസ്റ്റ് ടേം അതുപോലെ എഴുതാം. 1 by 1 plus 2 plus 3 plus etc. plus k plus 1. ഇനി ഈ ഒരു ടേമിന് പകരം, അതായത് 1 plus 2 plus 3 plus etc. k plus 1ന് പകരം നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു റിസൾട്ട്, ജനറൽ ആയിട്ട് അറിയാവുന്ന റിസൾട്ട്, അതിപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ പ്രൂവ് ചെയ്യുകയും ചെയ്തു. അതായത് ആദ്യത്തെ k plus 1 ടേംസിന്റെ സം അല്ലെ, 1 2 3 എന്ന് പറഞ്ഞാൽ ഇവിടം വരെ k plus 1 വരെ. n വരെ ആയിരുന്നെങ്കിലോ? n വരെ ആയിരുന്നെങ്കിൽ എങ്ങനെ എഴുതിയേനെ? n into n plus 1 by 2 അതായിരുന്നു റിസൾട്ട്. ഇവിടെ n-ന്റെ സ്ഥലത്ത് ആരാ കിടക്കുന്നത്? k plus 1 ആണ് കിടക്കുന്നത്. അപ്പം റിസൾട്ട് വരുന്നത് k plus 1 into k plus 1 plus 1 അല്ലെ, ദാറ്റ് ഈസ് k plus 2 by 2. അപ്പോൾ ഈ റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ്. അത് ഈ ഇത്രയും പോർഷൻ ഡിനോമിനേറ്ററിന്റെ പ്ലേസിൽ വരും. അപ്പം അങ്ങനെ നമുക്കൊന്ന് എഴുതാം. സെൻസ് 1 plus 2 plus 3 plus etc. plus k plus 1 is equal to k plus 1 into k plus 2 by 2, which is equal to 2k by k plus 1 plus 1 by k plus 1 അവിടെ വരെയുള്ള റിസൾട്ട്. ഈ ഒരു റിസൾട്ടിന് പകരം ഈ ഡിനോമിനേറ്റർ നമ്മൾ മൊത്തത്തിൽ എഴുതണം. ദാറ്റ് ഈസ് k plus 1 into k plus 2 by 2. വീണ്ടും by 2, ആ by 2 അങ്ങോട്ട് പോവും, മുകളിൽ പോവും. ഓക്കെ, ഇൻറ്റു 2. ഇനി നമുക്ക് കോമൺ എടുത്ത് ഓരോന്ന് ചെയ്യാം. അപ്പോൾ കോമൺ എടുക്കാൻ എന്തൊക്കെ കോമൺ എടുക്കാൻ പറ്റും? 2 ഉണ്ട് കോമൺ, രണ്ട് ടേം ഉണ്ട്, രണ്ട് ടേമിലും 2 കോമൺ ഉണ്ട്. ബൈ ഡിനോമിനേറ്ററിൽ എന്തുണ്ട് കോമൺ? k plus 1 കോമൺ ഉണ്ട്, k plus 1. ഓക്കെ, 2 by k plus 1 മാറ്റിയപ്പോൾ ഇവിടെ k ആയി, ഇവിടെയോ 2 by k plus 2 ആയി. 2 നമ്മൾ എടുത്തു അല്ലെ, 1 by k plus 2 ആയി. അപ്പോൾ ഇത്രയും കാര്യങ്ങളായി. ഇനി ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ അവിടെ ഒരു 1 ഉണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും? 2 by k plus 1 into k plus 2 plus 1 the whole divided by k plus 2, which is equal to 2 into 2 by k plus 1 into ഈ ബ്രാക്കറ്റ് കിടക്കുന്ന നമുക്ക് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. k വെച്ചൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. k സ്ക്വയർ പ്ലസ് 2k പ്ലസ് 1 അല്ലേ, ബൈ k പ്ലസ് 2. ഈ k സ്ക്വയർ പ്ലസ് 2k പ്ലസ് 1 എന്തെങ്കിലും ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ? 2 by k plus 1. ഈ k സ്ക്വയർ പ്ലസ് 2k പ്ലസ് 1 എന്ന് പറയുന്നത് k പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ആണ്, ശരിയല്ലേ? k plus 1 the whole square, a square k square plus 2ab 2 into k into 1 2k plus 1 square, that is 1.
കെ പ്ലസ് വണ്ണിന്റെ സ്ക്വയർ ആണത്. അതുപോലെ താഴെ കെ പ്ലസ് 2 ഉണ്ട്. അപ്പൊ ഈ ഒരു കെ പ്ലസ് 1 സ്ക്വയറും ഒരു കെ പ്ലസ് 1 ഉണ്ട്. അപ്പോൾ ഒരെണ്ണം അങ്ങ് പോവും അല്ലെ. അപ്പോൾ ഒരെണ്ണം അങ്ങ് ക്യാൻസൽ ചെയ്യാം. പിന്നെ സ്ക്വയറും അങ്ങ് പോവും, ഈ ഒരെണ്ണം അങ്ങ് പോവും. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് എഴുതാം? 2 ഇൻറ്റു കെ പ്ലസ് 1 ബൈ കെ പ്ലസ് 2 എന്ന് എഴുതാം. ഇത് നമുക്ക് LHS ആണ് ഇങ്ങനെ കിട്ടിയത്. ഇനി RHS, പി ഓഫ് കെ പ്ലസ് 1ന്റെ RHS. പി ഓഫ് എൻ എന്തായിരുന്നു? പി ഓഫ് എന്നിന്റെ RHS എന്തായിരുന്നു? 2n ബൈ n പ്ലസ് 1 അല്ലെ. അപ്പൊ ഇവിടെ ഈ എന്നിന് പകരം എന്ത് കൊടുക്കണം? പി ഓഫ് കെ പ്ലസ് 1ന്റെ RHS എഴുതുമ്പോൾ കെ പ്ലസ് 1 കൊടുക്കണം. അപ്പൊ RHS is equal to 2 ഇൻറ്റു കെ പ്ലസ് 1 ബൈ കെ പ്ലസ് 1 പ്ലസ് 1, ദാറ്റ് ഈസ് കെ പ്ലസ് 2. അപ്പോൾ LHS is equal to RHS നമുക്ക് കിട്ടി. നമുക്ക് ലാസ്റ്റ് പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് പറയാം. അതുപോലെ എല്ലാ ക്വസ്റ്റ്യൻ്റെ അവസാനം എഴുതുന്ന നമുക്ക് ഹെൻസ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ എവറി ഇൻഡിജർ എൻ, എവറി നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പർ ആണ് n എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് എഴുതിയാലും മതി. ഫോർ എവറി നാച്ചുറൽ നമ്പർ n പി ഓഫ് n ട്രൂ ആണെന്ന് എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് 1 ഇൻറ്റു 3. ഇത് 1 പോയിന്റ് അല്ല, ഇത് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. 1 ഇൻറ്റു 3 പ്ലസ് 2 ഇൻറ്റു 3 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 3 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് n ഇൻറ്റു 3 റേസ് ടു n ഇസ് ഈക്വൽ ടു ഒരു റിസൾട്ട് ഇതുപോലെയുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം PMI ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ PMIയുടെ ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് നോക്കാം. പി ഓഫ് 1 ആണ് ആദ്യം. പി ഓഫ് 1 എന്ന് പറയുമ്പോൾ എന്നിന് പകരം എന്ത് കൊടുത്താൽ മതി? 1 കൊടുത്താൽ മതി. അപ്പം അതിന്റെ LHS നോക്കാം. ലെഫ്റ്റ് സൈഡിൽ എന്നിന് പകരം 1 കൊടുക്കുമ്പോൾ 1 ഇൻറ്റു 3 റേസ് ടു 1, ദാറ്റ് ഈസ് 1 ഇൻറ്റു 3. ഈ ഫസ്റ്റ് ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് 1 ഇൻറ്റു 3 ഈസ് 3. ഇനി റൈറ്റ് സൈഡിലൂടെ നോക്കാം. റൈറ്റ് ഹാൻഡ് സൈഡ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 1 മൈനസ് 1. ഇവിടെ എല്ലാം എവിടെയൊക്കെ കിടക്കുന്നു അവിടെയൊക്കെ 1 കൊടുക്കുക. 2 ഇൻറ്റു 1 മൈനസ് 1 ഇൻറ്റു 3 റേസ് ടു 1 പ്ലസ് 1 പ്ലസ് 3 the whole divided by 4, which is equal to 2 minus 1 into 3 square plus 3 by 4. ഈ 2 minus 1 എത്ര? 2 minus 1 1 into 3 square 9 അല്ലേ. 3 square is 9 plus 3 by 4, that is 12 by 4, which is equal to 3. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും എന്ത് വന്നു? 3 വന്നു, ഒരേപോലെ വന്നു. പി ഓഫ് 1 ശരിയാണ്. പി ഓഫ് 1 ശരിയായി കഴിഞ്ഞാൽ നമുക്ക് എഴുതേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് assume that p of k is true for some natural number k less than n. എന്നിട്ട് ആ പി ഓഫ് കെയുടെ സ്റ്റേറ്റ്മെന്റും എഴുതി വെക്കുക. ഈ കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് പി ഓഫ് കെയുടെ സ്റ്റേറ്റ്മെന്റും നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞു. പിന്നെ അടുത്ത സ്റ്റെപ്പ് പി ഓഫ് കെ പ്ലസ് 1 ആണ്. പി ഓഫ് കെ പ്ലസ് 1 ശരിയാണെന്ന് പ്രൂവ് ചെയ്യണം. പി ഓഫ് കെ പ്ലസ് 1ന്റെ LHS എഴുതി വെക്കണം. പി ഓഫ് കെ പ്ലസ് 1 LHS is equal to, ലെഫ്റ്റ് സൈഡ് is equal to ഇതേപോലെ പോകും. 1 ഇൻറ്റു 3 പ്ലസ് 2 ഇൻറ്റു 3 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 3 ക്യൂബ് പ്ലസ് എക്സെട്ര. ലാസ്റ്റ് ടേം എന്ത് വരും? n ഇൻറ്റു 3 റേസ് ടു n ആണ് അല്ലെ. ലാസ്റ്റ് ടേം പി ഓഫ് എന്നിന്റെ ലാസ്റ്റ് ടേം എന്തോ n ഇൻറ്റു 3 റേസ് ടു n. അപ്പൊ ഈ n എവിടെയൊക്കെ കിടക്കുന്നു അവിടെയൊക്കെ എന്ത് വരണം? k പ്ലസ് 1 വരണം. k പ്ലസ് 1 ഇൻറ്റു 3 റേസ് ടു k പ്ലസ് 1. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഇതിന്റെ തൊട്ട് മുന്നത്തെ ടേം ആണ് ഇത്. k ഇൻറ്റു 3 റേസ് ടു k അല്ലേ. അപ്പം ഇസ് ഈക്വൽ ടു അതോടെ ചേർത്ത് എഴുതാം. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇത് തന്നെ ആയിരിക്കും മിക്കവാറും. അല്ലെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം 3യുടെ 1 കുറച്ചാണ് 2, 2ന്റെ 1 കുറച്ചാണ് 1 വന്നിരിക്കുന്നത്. അതുകൊണ്ട് k പ്ലസ് 1ന്റെ തൊട്ട് മുന്നത്തെ ടേം k ആയിരിക്കും. അതുപോലെ 3 ക്യൂബ് ആണ്. അപ്പം 3 സ്ക്വയർ ആണ്, 3 റേസ് ടു 1 ആണ്. അതുകൊണ്ട് 3 റേസ് ടു k പ്ലസ് 1ന്റെ തൊട്ട് മുന്നത്തെ ടേം 3 റേസ് ടു k ആയിരിക്കും. അല്ലെങ്കിൽ ഇവിടെ നിന്ന് എടുത്താലും മതി. അങ്ങനെ 1 ഇൻറ്റു 3 പ്ലസ് 2 ഇൻറ്റു 3 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 3 ക്യൂബ് പ്ലസ് എക്സെട്രയിലെ ഒരു ടേം നമ്മൾ എഴുതി. k പ്ലസ് k ഇൻറ്റു 3 റേസ് ടു k പ്ലസ് k പ്ലസ് 1 ഇൻറ്റു 3 റേസ് ടു k പ്ലസ് 1. അപ്പോൾ ഇത് എഴുതിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടം വരെയുള്ള റിസൾട്ട് നമ്മുടെ കയ്യിൽ കിടക്കുകയാണ്. പി ഓഫ് കെ എന്ന് പറയുന്ന ഒരു ഫോമാറ്റിൽ കിടക്കുകയാണ്. പി ഓഫ് കെ എന്ന റിസൾട്ട് ശരിയാണ് നമ്മൾ പ്രൂവ് ചെയ്തിരുന്നു. അപ്പോൾ അതിന് പകരം നമുക്ക് പി ഓഫ് കെ എഴുതാം. പി ഓഫ് കെയുടെ റിസൾട്ട് എഴുതാം. 2 ഓഫ് ഇൻറ്റു 2k മൈനസ് 1 ഇൻറ്റു 3 റേസ് ടു k പ്ലസ് 1 പ്ലസ് 3 the whole divided by 4 plus k plus 1 into 3 raised to k plus 1.
ഓക്കെ, അപ്പൊ ഇനി ഇതിനകത്ത് നമുക്ക് കോമൺ എടുക്കാൻ പറ്റിയത് എന്തൊക്കെയുണ്ട്? കോമൺ എടുക്കാൻ പറ്റിയത് നമുക്ക് 3k+1 ഉണ്ടെങ്കിലും ഈ ഒരു ടേമിൽ നിന്ന് ഇല്ല അല്ലെ. അപ്പൊ ഈ ഒരു ടേം നമുക്കൊന്ന് മാറ്റിയിടണം. മാറ്റിയിട്ട് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ടേമിൽ നിന്ന് കോമൺ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. എന്തായാലും 2k. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് മുൻപ് നമുക്ക് RHS കൂടി ഒന്ന് ജസ്റ്റ് നോക്കിക്കോണം. RHS എന്ത് വരണമായിരുന്നു എന്നുകൂടി ഒന്ന് നോക്കിക്കോണം. അപ്പൊ ഇതിന് പകരം അവിടെ k+1 കൊടുക്കുമ്പോൾ 3k+1 എന്തായാലും വരണമായിരുന്നു അല്ലെ. 3k+2 ആണ് വരേണ്ടിയിരുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇതുപോലെ ചെയ്ത് നോക്കാം. ഈ 3/4 അങ്ങ് മാറ്റിയിടാം. എന്നിട്ട് ബാക്കിയുള്ള ടേമിൽ നിന്ന് 3k+1 കോമൺ എടുക്കാം. ദാറ്റ് ഈസ് 2k - 1 ഇൻറ്റു 3k+1/4. ഈ ഒരു ടേമിൽ രണ്ടാക്കുവാണ്. ഈ ഡിവൈഡ് ബൈ 4 പ്ലസ് 3/4. അപ്പൊ ഇത് രണ്ടാക്കി എഴുതി 3/4 പ്ലസ് k+1 ഇൻറ്റു 3k+1. ക്ലിയർ ആയല്ലോ? ഈ ഒരു ടേമിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. അടുത്ത സ്റ്റെപ്പില് ഈ ഒരു ടേമും ഈ രണ്ട് ലാസ്റ്റും ഫസ്റ്റും ടേംസിൽ നിന്ന് 3k പുറത്തെടുക്കുന്നു. k+1 പുറത്തെടുക്കുന്നു. 3k+1 കോമൺ എടുക്കുന്നു. ആ ഫസ്റ്റ് ടേമിൽ നിന്ന് 2k - 1/4 വരും. അതുപോലെ ഈ ലാസ്റ്റ് ടേമിൽ നിന്ന് k+1 കിട്ടും. ആ പ്ലസ് 3/4 അങ്ങ് മാറ്റി എഴുതുന്നു. ഒന്നും കൂടി ചെയ്ത് നോക്കാം. ഇതും കൂടി ആ ബ്രാക്കറ്റും കൂടി ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. 3k+1. അതുപോലെ ഇവിടെ ഒരു 1 ഉണ്ട്. ക്രോസ് മൾട്ടിപ്ലൈ 1 ഇൻറ്റു 2k - 1 പ്ലസ് 4 ഇൻറ്റു k+1 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 3/4 is equal to 3k+1 ഇൻറ്റു ഇതൊന്ന് അകത്ത് കിടക്കുന്ന സോൾവ് ചെയ്യാൻ 2k - 1 പ്ലസ് 4k+1 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 3/4. ഇവിടെ 4k+4 ആണ്, 1 അല്ല. 4 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇനി ഇതൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. ഇറ്റ് ഇസ് ഈക്വൽ ടു 3k+1 ഇൻറ്റു 2kയും 4kയും കൂടി 6k -1ഉം +4ഉം കൂടി പ്ലസ് 3 ഡിവൈഡഡ് ബൈ 4. അല്ല, ആ 4നെ നമുക്കൊന്ന് കോമൺ ആയിട്ട് ഇവിടെ ഇപ്പൊ 2 ടേം അല്ലേ ഉള്ളൂ. ആ 2 ടേമിനും കൂടി ബൈ 4 ഉണ്ട്. അപ്പം ഒരുമിച്ച് അങ്ങ് എഴുതാം, ബൈ 4. ഇനി ഈ ഒരു ടേം, ഈ 2 ടേമിൽ നിന്ന് നമുക്ക് ആരെ പുറത്തെടുക്കാം? 3യെ പുറത്തെടുക്കാം. 2 ടേമിൽ നിന്ന് 3 ഉണ്ട് അല്ലെ. ഇസ് ഈക്വൽ ടു 3k+1 ഇൻറ്റു 3 ആ പുറത്തെടുക്കുമ്പോൾ അകത്ത് വരുന്നത് 2k+1 പ്ലസ് 3 the whole divided by 4. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ ഒരു 3k+1 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്. ഇത് രണ്ടും കൂടെ ഒന്ന് അടുപ്പിച്ച് എഴുതുമ്പോൾ എന്ത് വരും? 3k+2 വരും. ഇൻറ്റു 2k+1 പ്ലസ് 3 ഹോൾ ഡിവൈഡഡ് ബൈ 4. ഇനി നമുക്കൊന്നും ചെയ്യാനില്ല, ഇതിങ്ങനെ ഇടാനേ പറ്റുള്ളൂ. അപ്പൊ ഇനി ഇവിടെ LHS ആണ് ഇപ്പോൾ എഴുതി വെച്ചത്. ഇനി P(k+1)ന്റെ RHS റൈറ്റ് ഹാൻഡ് സൈഡ്. ആ P(n)ന്റെ റൈറ്റ് സൈഡ് നമ്മൾ എഴുതി വെക്കാം. ഇവിടെ 2n - 1 ഇൻറ്റു 3n+1 പ്ലസ് 3/4 അല്ലെ. ഇപ്പൊ ഈ ഓരോ n-ന് പകരം എന്ത് കൊടുക്കണം? k+1 കൊടുക്കണം. അപ്പൊ k+1 കൊടുത്തു നോക്കാം. 2 ഇൻറ്റു k+1. അപ്പൊ 2n-ന് പകരം n-ന് പകരം മാത്രമാണ് നമ്മൾ k+1 കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ 2 ബ്രാക്കറ്റ് ഇട്ടിട്ട് വേണം എഴുതാം. 2k+1 2 ഇൻറ്റു k+1 -1 ഇൻറ്റു 3k+1 പ്ലസ് 1 പ്ലസ് 3/4. ശ്രദ്ധിച്ച് ചെയ്യുക, ഈ ഒരു k+1 കൊടുക്കുന്ന മെത്തേഡ് 2 ഇൻറ്റു k+1. ആ n-ന് പകരമാണ് k+1 കൊടുക്കുന്നത്. k+1ന്റെ ഓരോ ടേമും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് 2 ഇൻറ്റു k+1 2n - 1 ഇൻറ്റു 3n+1 k+1 പ്ലസ് 1 പ്ലസ് 3/4. പിന്നെ ഇതിനെ ഒന്ന് കൂട്ടിയും കൂടെ ഒന്ന് എഴുതിയാൽ മതി. വിച്ച് ഇസ് ഈക്വൽ ടു 2k+2 അല്ലെ. 2 ഇൻറ്റു k 2 ഇൻറ്റു 1 -1 ഇൻറ്റു 3k+2 പ്ലസ് 3/4 is equal to 2k+1 ഇൻറ്റു 3k+2 പ്ലസ് 3/4.
ഇത് തന്നെയല്ലേ നമുക്ക് LHS കിട്ടിയത്, അത് തന്നെയാണ് LHS കിട്ടിയത്. അപ്പോൾ LHS is equal to RHS. P of k plus 1 is true. Hence, by principle of mathematical induction, P of n is true for every natural number small n.